അവർക്ക് പ്രതിഷേധിക്കാം, അവർക്ക് സമരം ചെയ്യാം, ഇതെല്ലാം അവർക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, റോഡ് പണി കോൺട്രാക്ടർ എടുത്ത് നാളെ തുടങ്ങുമെന്ന് മനസ്സിലാക്കി ഇന്ന് സമരം ചെയ്ത് ചാനലിലൂടെയും അതുപോലെ ജനങ്ങളുടെ മുന്നിലും ആളാകാൻ ശ്രമിച്ച നടപടി ഒരു കാരണവശാലും പൊതുസമൂഹം അംഗീകരിക്കില്ല. കാരണം ഒരിക്കലും ഇത്തരമൊരു പൊതുപ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്. കൊട്ടാരക്കര പുത്തൂർ റോഡിലെ മുസ്ലിം സ്ട്രീറ്റ് ഭാഗത്ത് റോഡ് നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കുറേ നാളുകളായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പരാതികളുമായിട്ടെല്ലാം ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ആവശ്യം വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം ഒരു പരിണാമം ഇട്ടുകൊണ്ട് ഇന്ന് ഈ റോഡിന്റെ ഉദ്ഘാടനം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ താൽക്കാലിക റോഡ് ഉദ്ഘാടനം അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട നഗരസഭയുടെ മുൻ ചെയർമാൻ എ ഷാജി അവരുകളെ ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ ഈ റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഇവിടെ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മേനോനെ ക്ഷണിക്കും. പ്രിയമുള്ള സഖാക്കളെ, ദീർഘകാലമായി കൊട്ടാരക്കരയിൽ മുസ്ലിം സ്ട്രീറ്റ് മേഖലയിൽ വളരെ ശോച്യാവസ്ഥയിൽ നിലനിന്ന ഒരു റോഡ് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കി ഉണ്ടായി. ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. വളരെ ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA ശ്രീ ബാലഗോപാലിൻ്റെ ശ്രമഫലമായി ഇന്നത് യാഥാർത്ഥ്യമാക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്ത് അന്ന് കാലയളവിൽ ആരംഭിച്ച വികസന പ്രവൃത്തികൾ പലതും പൂർത്തിയാക്കി പുതുതായി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഏകദേശം എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കി. നഗരസഭയെ ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ലഭിക്കുകയുണ്ടായി. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് അടക്കം ഫണ്ട് നൽകിക്കൊണ്ട് എല്ലാവിധ സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും നൽകിയ ഒരു MLA ആണ് നമ്മുടെ മന്ത്രി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും പല ഒറ്റയാൻ പോരാട്ടങ്ങൾ രീതിയിൽ പല ഗോസിപ്പുകൾ നൽകി പല മാധ്യമങ്ങളിലൂടെ പലരും നടത്തിയ കുപ്രചരണങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് ഇന്ന് നടക്കുന്ന ഉദ്ഘാടനം. എനിക്ക് ശേഷം സംസാരിക്കുന്ന നേതാക്കളൊക്കെ തന്നെ അതേ സംബന്ധിച്ച് പ്രതിപാദിക്കും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ ഉദ്ഘാടന കർമ്മത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ മുൻ നഗരസഭാ ചെയർമാൻ 2ാം വാർഡ് കൗൺസിലറുമായ ശ്രീ എ ഷാജുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ഘാടകൻ നഗരസഭാ ചെയർമാനാണ്. കൊട്ടാരക്കര നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം വഹിക്കുന്ന നഗരസഭാ ചെയർമാൻ SR രമേശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ
ഈ 3-ാം വാർഡിൻ്റെ കൗൺസിലറും കൊട്ടാരക്കര നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ഫൈസൽ ബഷീറിനെ സ്വാഗതം ചെയ്യുന്നു. നഗരസഭയുടെ ഉപാധ്യക്ഷ ശ്രീമതി വനജ രാജീവ് ഈ വേദിയിലുണ്ട്. വനജ രാജീവിനെ സ്വാഗതം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വ പങ്ക് വഹിക്കുന്ന ഒട്ടനവധി നേതാക്കൾ ഇന്ന് ഇവിടെ സന്നിധാനത്തുണ്ട്. സഖാവ് ഡി രാമകൃഷ്ണപിള്ള, സഖാവ് സി മുകേഷ്, സഖാവ് സി ആർ രാമവർമ്മ, സഖാവ് ചന്ദ്രഹാസൻ, CPIയുടെ മണ്ഡല സെക്രട്ടറി സഖാവ് എ ഷാജി, CPM നേതാവ് സഖാവ് എം ബാബു, നമ്മുടെ LC സെക്രട്ടറി ആയിട്ടുള്ള വേണു, M സുരേന്ദ്രൻ അടക്കം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷുക്കൂർ സാറുണ്ട്, പഴയകാല പ്രവർത്തകനാണ്. അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കും. നന്ദി, നമസ്കാരം. യോഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നഗരസഭ ചെയർമാൻ അടക്കമുള്ള ജനപ്രതിനിധികളടക്കം നമ്മുടെ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സ്റ്റേറ്റ് പ്രദേശത്തെയും വ്യാപാരി സുഹൃത്തുക്കളടക്കം ഈ നാടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒരു വലിയ വിവാദമായ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എല്ലാവരും കൊടുക്കുന്നത്. എങ്കിൽ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പുത്തൂർ മുസ്ലിം സ്ട്രീറ്റിലെ വാർഡിൽ നിന്നും ആരംഭിക്കുന്ന പുത്തൂർ ശാസ്താംകോട്ട റോഡ്, ഈ റോഡ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ MLA വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് PWD റോഡായിരുന്നു. അത് അവസാനം അത് കിഫ്ബിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഈ റോഡ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, വീതി കൂട്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചതിന് അതിൻ്റെ ഘട്ടം ഘട്ടമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. പ്രിയമുള്ള നാട്ടുകാരെ, ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അല്ലെങ്കിൽ 10 ദിവസക്കാലത്തിന് മുമ്പ് ഈ റോഡ് ചില ആളുകളുടെ മാത്രം പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഇപ്പോൾ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഇത്തരത്തിലൊരു ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും തയ്യാറായത് തന്നെ. ഈ റോഡ് 12 ലക്ഷം രൂപയ്ക്ക് ഈ റോഡിൻ്റെ താൽക്കാലിക ഈ റോഡ് കുറച്ച് തകർന്നു കിടന്ന ഭാഗം 12 ലക്ഷം രൂപ ജൂലൈ മാസം 12-ാം തീയതിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി MLA അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് ടെൻഡർ ചെയ്തു. സ്വാഭാവികമായും ഒരു റോഡിന് പൈസ അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം, ടെൻഡർ നടപടിയിലൂടെ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. ആ ടെൻഡർ നടപടി ഉടൻ തന്നെ 17-ാം തീയതി അനുവദിച്ചു. ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടന്നു. ആദ്യ ടെൻഡർ എടുത്തപ്പോൾ സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ ടെൻഡർ നടത്താൻ കഴിഞ്ഞില്ല. വീണ്ടും അത് ടെൻഡറിലൊക്കെ ഉണ്ടായി. ആ ടെൻഡർ എടുത്ത കോൺട്രാക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡ്, ആ റോഡിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ തകർച്ച എന്ന് പറയുന്നത് ഈ റോഡിന്റെ താഴ്ചയും അതുപോലെ തന്നെ നിരവധി തവണ ഞാനടക്കം മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്തും നിരവധി തവണ മെയിൻ്റെനൻസ് നടത്തുകയുണ്ടായി. നമ്മുടെ MLA നിരവധി തവണ മെയിൻ്റെനൻസ് നടത്തി ആ മെയിൻ്റെനൻസ് ഒന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയും ഭാഗം നിർമ്മിക്കണമെന്ന് എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് 12 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഈ റോഡിൻ്റെ പണി ആ ഭാഗം വരെയുള്ള പണികൾ പൂർത്തിയാക്കി ഇന്നതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും പ്രതിഷേധിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും പ്രതിഷേധിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷെ ആ സമരം മുൻകൂട്ടി തീരുമാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബാലഗോപാൽ അദ്ദേഹം ഈ റോഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും ഒരുപക്ഷെ മുൻ വർഷത്തേക്കാൾ ഏറ്റവും മനോഹരമായ നിലയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡുകളും കോടിക്കണക്കിന് രൂപയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിരവധി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ ഈ റോഡിന്റെ പേരിൽ അവഹേളിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒന്നല്ല, അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇവിടെ ഏതോ ഒരു പൊതുപ്രവർത്തക, അവർക്ക് പ്രതിഷേധിക്കാം, അവർക്ക് സമരം ചെയ്യാം, ഇതെല്ലാം അവർക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, റോഡ് പണി കോൺട്രാക്ടർ എടുത്ത് നാളെ തുടങ്ങുമെന്ന് മനസ്സിലാക്കി ഇന്ന് സമരം ചെയ്ത് ചാനലിലൂടെയും അതുപോലെ ജനങ്ങളുടെ മുന്നിലും ആളാകാൻ ശ്രമിച്ച നടപടി ഒരു കാരണവശാലും പൊതുസമൂഹം അംഗീകരിക്കില്ല. കാരണം ഒരിക്കലും ഇത്തരമൊരു പൊതുപ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്.
ഒരു മന്ത്രി അതിനെ ഇടപെട്ടുകൊണ്ട് നഗരസഭയും ഉദ്യോഗസ്ഥരും എല്ലാം ഇടപെട്ടുകൊണ്ട് നാളെ ഈ റോഡിന്റെ പണി ആരംഭിക്കാൻ പോകുമ്പോൾ ഇന്ന് മന്ത്രി വരുന്ന വേദിയിൽ വന്നുകൊണ്ട് നാടകം കളിക്കുന്ന നാണം കെട്ട നാടകം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാനലടക്കം ഞാൻ പറയണ മീഡിയ അടക്കമുള്ളവരോട് പറയാൻ ഞങ്ങൾക്ക് പുച്ഛമാണ്. കാരണം അങ്ങനെ ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഇത് കൃത്യമായ നിലയിൽ ചെയ്യുകയാണ്. അദ്ദേഹം നടക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. KIP-യുടെ ഭൂമി പോലും 3.5 ഏക്കർ സ്ഥലം, ആ സ്ഥലത്തിൽ നിന്നും നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി KIP-ൽ നിന്നും വാങ്ങിയെടുത്ത പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA. അദ്ദേഹം ചെയ്തിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലെ പ്രവർത്തനം 5.5 കോടി രൂപയുടെ മാർക്കറ്റിന്റെ പ്രവർത്തനം തുടങ്ങി. എല്ലാ മേഖലകളിലും അതിശക്തമായ നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് 12 ലക്ഷം രൂപ മുടക്കി ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഈ റോഡ് എന്താ ചെയ്തുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇപ്പൊ അത് മനോഹരമാക്കിയിട്ടുണ്ട്. മന്ത്രിയെ കാണുകയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ചിലപ്പോൾ താമസിച്ചു പോയി, അത് സ്വാഭാവികമല്ലേ. അതിന്റെ പേരിൽ ഒരു ജനപ്രതിനിധിയെ നാണം കെടുത്തുകയും ഇല്ലാതാക്കി വലിയ ആളാകുമെന്ന മോഹം, അത് തെറ്റായ നടപടിയാണ്. അത് ഏത് സഹോദരി ചെയ്താലും അത് തെറ്റാണ്. ഇത് മനസ്സിലാക്കി ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയൂടെ, അന്ന് തന്നെ എന്തുകൊണ്ട് വെച്ചു? ആ സമരം നടത്തിയ അന്ന് തന്നെ ഞങ്ങൾ രാവിലെ കൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയല്ലോ. പക്ഷെ അവിടെയും ഞങ്ങൾ എന്ത് ചെയ്തില്ല? ഞങ്ങൾ ആരുടെയും പ്രതിഷേധത്തെ ഒന്നും കണ്ടില്ല. കാരണം പ്രതിഷേധമായി തന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ഇത്തരം സമീപനങ്ങൾ അത് ശരിയല്ല. നല്ല നിലയിൽ പോകുന്ന ഒരു ജനപ്രതിനിധിയെ, അദ്ദേഹത്തെ തളർത്താനേ അത് സഹായിക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നും കണ്ട് തളരുന്ന ആളുമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയപരമായിട്ടോ മറ്റൊന്നുമല്ല. ഇവിടെ എല്ലാ മേഖലകളിലും വികസനം ആവശ്യമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വികസനം കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് മുന്നേറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 12 ലക്ഷം രൂപ മുടക്കിയുള്ള ഈ ഇതിന്റെ രണ്ടാം ഘട്ടം അവണൂർ മുതൽ ശാസ്താംകുട്ട വരെ 20 ലക്ഷം രൂപ. അതിന്റെ മറ്റേ കുഴി ഒരുപാട് കുഴികളുണ്ട്. അതെല്ലാം അടയ്ക്കുന്നതിന് വേണ്ടി അടുത്ത സംവിധാനത്തിൽ ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും. സ്വാഭാവികമായി കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞ 6 മാസക്കാലം നമുക്കറിയാം. തുടർച്ചയായ മഴ പെയ്യുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് പണിയാൻ പറ്റുമോ? മഴ പെയ്യുമ്പോൾ റോഡ് പണിയാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ജനപ്രതിനിധികളുടെ ബുദ്ധിമുട്ട് കൂടി മനസ്സിലാക്കണം. ആ ജനപ്രതിനിധികളുടെ ബുദ്ധിമുട്ടുകളെ, അല്ലെങ്കിൽ ആ പോരായ്മകളെ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കാതെ എടുത്തുചാടി നേതാവാകാൻ നടക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. പക്ഷേ ഇത്തരം സമീപനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ റോഡ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കുറെ സമയം, ഏതാണ്ട് 10ഓളം ദിവസമെടുത്തു ഈ റോഡിന്റെ പണി പൂർത്തിയാക്കാൻ. അത് നമ്മുടെ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈഡിൽ ഓട ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇനി പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായി ഇത്രയും ആളുകളുടെ വ്യാപാര സുഹൃത്തുക്കളുടെ അടക്കമുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് റോഡ് തീർത്തത്. അതിന്റെ ഓട അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ ഘട്ടമായി പൂർത്തിയാക്കി തരും. അതിന് മുനിസിപ്പാലിറ്റിയും MLA-യും അടക്കം എല്ലാവരെയും ചേർന്ന് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനം നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗവും ഈ റോഡിന്റെ ഉദ്ഘാടനവും ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനനായിട്ടുള്ള കൊട്ടാരക്കര നഗരസഭയുടെ ചെയർമാൻ SR രമേശ് അവരുകളെ സ്വാഗതം ചെയ്യും. പ്രിയമുള്ള അധ്യക്ഷൻ, ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവർ, സ്വാഗത പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മേനോനും അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് നമ്മുടെ നഗരസഭയുടെ മുൻ ചെയർമാൻ CA ഷാജുവും വളരെ സവിസ്തരമായി ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെയൊരു റോഡിൻ്റെ മെയിൻ്റനൻസ് നടത്തി ഉദ്ഘാടനം ചെയ്യുക സാധാരണ പതിവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതിൻ്റെ ജനപ്രതിനിധികളും ഇങ്ങനൊരു ചെറിയ റോഡിൻ്റെ നവീകരണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന പതിവില്ലാത്ത കാര്യം തന്നെയാണ്. നല്ലൊരു അസാധാരണമായ കാര്യമാണ്. കാരണം നമ്മുടെ കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡ് നമുക്ക് ഏവർക്കും അറിയാവുന്നതിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് IP ആയിഷ പോറ്റി MLA സമയത്ത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ കോൺട്രാക്ടർ, വർക്ക് ചെയ്ത കോൺട്രാക്ടർ നിർമ്മാണ പ്രവൃത്തിയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും സുതാര്യമായി ചെയ്യുന്നതിനും തടസ്സമുണ്ടായപ്പോൾ ആ കോൺട്രാക്ടറെ ഗവൺമെന്റ് ടെർമിനേറ്റ് ചെയ്തു, അയാളെ നീക്കം ചെയ്തു.
നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും ഈ വർക്ക് ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ആ നീക്കം ചെയ്യുമ്പോൾ സാധാരണ ഒരു കോൺട്രാക്ട് നീക്കം ചെയ്യുക പെട്ടെന്ന് നീക്കം ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. നിയമപരമായ ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയൂ. അയാൾ കോടതിയിൽ പോയി കോടതിയിലും കേസ് സർക്കാരിന് അനുകൂലമായി മാറിയപ്പോൾ ഈ അവടൂർ കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡിന്റെ പരിപൂർണമായ നവീകരണ പ്രവർത്തനം ടെൻഡർ ചെയ്ത് അതിന് നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സാധാരണ എല്ലാ മഴക്കാലത്തും ഒരു വർഷം 2-3 പ്രാവശ്യം മഴക്കാലത്ത് ഈ റോഡ് ഈ ഭാഗം സ്ട്രീറ്റിന്റെ ഈ ബിസിനസ് സ്ട്രീറ്റ് ഭാഗം ഈ പുത്തു റോഡിന്റെ സ്ട്രീറ്റിന്റെ ഭാഗം തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച പലപ്പോഴും നാം കാണുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നവകേരള സദസ്സ് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ കൊട്ടാരക്കര എത്തിച്ചേർന്നപ്പോൾ ഈ റോഡ് വീണ്ടും അന്ന് ഇതുപോലെ തകർന്നു കിടക്കുകയും അന്നും മെയിൻ്റനൻസ് ചെയ്തതുമാണ്. വീണ്ടും ഈ കഴിഞ്ഞ ഗംഭീരമായ മഴക്കാലത്ത് വീണ്ടും റോഡ് തകർന്നു. തകരാനുണ്ടായ കാരണങ്ങൾ സംബന്ധിച്ചില്ല ഈ നാട്ടുകാർക്ക് എന്നേക്കാൾ കൂടുതലറിയാം. ഈ റോഡിന്റെ 2 സൈഡിലും വെള്ളം ഒഴുകിപ്പോകുന്നതിനാവശ്യമായ ഓടയുണ്ടായിരുന്നു. ആ ഓടയും ആ വെള്ളം ഓടയിൽ നിന്ന് ഒഴുകിപ്പോകുന്നതിനാവശ്യ കലകം വലിയ ഓടയുമൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോകുന്നതിനാവശ്യം ഉണ്ടായിരുന്ന വസ്തുത നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇന്ന് ആ ഓടയും ആ കലങ്ങുമെല്ലാം അപ്രത്യക്ഷമായ സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ല. സ്വാഭാവികമായും വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ റോഡ് തകരുകയാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്ത് റോഡ് തകർന്നപ്പോൾ റോഡ് കാര്യമായി തകർന്നു. വലിയ ഒച്ചപ്പാടുണ്ടായി. നിശ്ചയമായും സ്വാഭാവികമായി പ്രതിഷേധവും ഉയർത്തി വരാൻ സ്വാഭാവികമാണ്. അന്ന് ആ റോഡ് തക്കാലത്തേക്ക് പാറക്കോറി വേസ്റ്റോ മണ്ണോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളെ കൊണ്ടിട്ട് ഇരിയാക്കണമെന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു. ഞങ്ങളത് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട മന്ത്രിയടക്കം ബന്ധപ്പെട്ടപ്പോൾ റോഡ് തക്കാലത്തേക്ക് മണ്ണിടുകയോ അല്ലെങ്കിൽ പാറ വേസ്റ്റ് ഇടുകയോ ഒക്കെ ചെയ്ത് പ്രായോഗികമല്ല. അല്ല, താൽക്കാലികമായി 1-2 ദിവസം നിൽക്കുകയും വീണ്ടും റോഡ് കടുപ്പമാകത്തേ ഉള്ളൂ എന്നതുകൊണ്ട് അത് ചെയ്യേണ്ടതില്ല തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഇതുണ്ടായതിനു ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട്, നേരത്തെ ഇവിടെ പറഞ്ഞ ഞാൻ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ MLA ആയതിനു ശേഷം കൊട്ടാരക്കര എല്ലാ മേഖലയും സമസ്ത മേഖലയുടെയും വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴക്കാലമാണ്. കൊട്ടാരക്കരയുടെ സുവർണാവസരമാണ് കാണേണ്ടത്. കൊട്ടാരക്കാരും അതിലേക്ക് ഈ അവസരത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം നേരിട്ടിടപെട്ട് ജൂലൈ മാസം 27-ാം തീയതി 12 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് എസ്റ്റിമേറ്റ് എടുത്ത് ഒരാഴ്ച കൊണ്ട് സാങ്കേതിക അനുമതി നേടി. അതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാഴ്ച കൊണ്ട് സാങ്കേതിക അനുമതി നേടി റോഡ് ടെൻഡർ ചെയ്തു. ആദ്യമാരും എടുത്തില്ല. രണ്ടാമത് വീണ്ടും ടെൻഡർ ചെയ്തു. ആദ്യമാരും എടുത്തില്ല. മന്ത്രി തന്നെ നേരിട്ടിടപെട്ട് കോൺട്രാക്ടർമാരെ കണ്ട് ഈ റോഡ് എടുപ്പിക്കുന്നതിനാവശ്യം 3ാമത് പ്രാവശ്യമാണ് ടെൻഡർ ചെയ്തതിനാവശ്യമാണ്. 3 പ്രാവശ്യം ടെൻഡർ ചെയ്യുമ്പോൾ 21 ദിവസം നീണ്ടുപോവുകയാണ്. 21 ദിവസം അത്രയും കാലതാമസം ഉണ്ടായത്. ആ ടെൻഡർ ചെയ്ത് ആഗസ്റ്റ് മാസം 17-ാം തീയതി ചിങ്ങം 1-ാം തീയതിയാണ് 18-ാം തീയതി പണി ആരംഭിക്കാനിരിക്കുന്നു. ടെൻഡർ എടുത്തിട്ടുള്ള ആൾ ഈ കോൺട്രാക്ടർ ആഗസ്റ്റ് മാസം 18-ാം തീയതി രാവിലെ പണി ആരംഭിക്കുന്നതിനാവശ്യമായി സന്നാഹം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഗസ്റ്റ് മാസം 17-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുന്നിൽ വേട്ടയാൽ പ്രതിഷേധിക്കാം, സ്വാഭാവികമാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയമായ ഒരു മുനയുണ്ടായിരുന്നു നാം കാണേണ്ടതുണ്ട്. വളരെ മോശമായിട്ടാണ് ഏറ്റവും പ്രിയങ്കനായ കൊട്ടാരക്കരയുടെ MLA-യും ധനകാര്യമന്ത്രിയും ഇത്രയധികം കാര്യങ്ങൾ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ചെയ്ത അദ്ദേഹത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ ആവശ്യമായി അവരുടെ പുറകിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യത്തേക്ക് ഇപ്പൊ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഏത് പാർട്ടിയാണെന്നോ ഏതെല്ലാം പാർട്ടി മാറിയെന്നോ ഇപ്പോൾ ഏത് പാർട്ടിയാണെന്നോ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമീപനമുണ്ടായി. കോൺഗ്രസിന് പ്രതിഷേധമുണ്ടായി, BJP പ്രതിഷേധമുണ്ട്, BJP പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഈ റോഡ് ഇത്രയും ഭംഗിയായി ചെയ്യുവാനാവശ്യമായ കാലതാമസം, നിയമപരമായ സമയബന്ധിതമായ കാലതാമസം സർക്കാരത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആഗസ്റ്റ് മാസം 18-ാം തീയതി പ്രവൃത്തി ആരംഭിച്ചു. 29 ഇന്ന് 29-ആണ്. കഴിഞ്ഞ ദിവസം പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് ഈ റോഡിന് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിശ്ചയമായി നാം അറിയേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇതിനപ്പുറം ഇപ്പോൾ നേരത്തെ ശ്രീ ഷാജി പറഞ്ഞു, 20 ലക്ഷം രൂപ വീണ്ടും പ്രധാന റോഡിന്റെ പ്രവർത്തികൾ കൂടാതെ തന്നെ 20 ലക്ഷം രൂപ വീണ്ടും അവിടെ കൊട്ടാരക്കര മുതൽ ശാസ്താംകോട്ട വരെയുള്ള കുടികളടയ്ക്കുന്നതിന് മാത്രം അനുവദിച്ച് അത് ടെൻഡറായി അതിന്റെ പ്രവൃത്തിയും ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ റോഡിലുള്ള എല്ലാ കുഴിയവിടേക്കും ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ
കേരളത്തിലെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്തിയ പരിഗണനയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം NH അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. പക്ഷേ ഈ ഗവൺമെന്റിനെതിരായി വളരെ ബോധപൂർവമായ പ്രചാരണം സൃഷ്ടിക്കുന്ന ആവശ്യമായ സമീപനമാണ് ഇവിടെ ചില ആളുകൾ സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഇത്തരം യോഗം നടത്തി ഇത്തരം കാര്യം വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചത്. നിശ്ചയമായും ഈ റോഡിന്റെ പ്രവർത്തിക്ക്, നിർമ്മാണ പ്രവർത്തിക്ക് സഹകരിച്ച എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MLA ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലിന് കൊട്ടാരക്കര നഗരസഭയ്ക്കും കൊട്ടാരക്കര പൗരാവലി നടത്തി വലിയ സന്തോഷവും അറിയിച്ചുകൊണ്ടും എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ റോഡിന് ഇന്ന് ഔപചാരികമായി യാത്രയ്ക്ക് വേണ്ടി, വാഹനയാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. എല്ലാവരുടെ അനുവാദത്തോടും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്.